ഹലോ ഓൾ, ഈ വീഡിയോയിൽ കാണുന്നത് സിഗ്സാഗ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. ആരിയിൽ ഇതിനായിട്ട് 2 ലൈൻസ് വരച്ചു കൊടുക്കണേ. നമുക്ക് 2 ലൈൻസ് വരച്ചു കൊടുത്തതിന് ശേഷം ഈ ഭാഗത്തു നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. താഴേന്ന് സാധാരണ ചെയിൻ സ്റ്റിച്ചിന് എടുക്കുന്ന പോലെ ഒരു ലൂപ്പ് എടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ ലൈനിൽ വന്നിട്ട് ചെരിച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. പിന്നെ അവിടെ ഒരു ലോക്ക് പോലും കൊടുക്കാണ്ട് താഴത്തെ ലൈനിലേക്ക് പോയിട്ട് അവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. ഇങ്ങനെ സിഗ്സാഗ് ആയിട്ട് ഇതേ സ്റ്റിച്ച് തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ് ചെയിൻ സ്റ്റിച്ച്. മനസ്സിലാവുന്നുണ്ടല്ലേ? സാധാ ചെയിൻ സ്റ്റിച്ച് താഴേക്ക് കൊടുക്കുക, രണ്ടാമത്തെ ലൈനിൽ കൊടുക്കുക, പിന്നെ നേരെ മുകളിലത്തെ ലൈനിൽ കൊടുക്കുക. ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് ഈ ആരി വർക്കിൽ സിഗ്സാഗ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ എൻഡ് നോട്ട് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. അവസാനത്തെ ചെയിൻ കൊടുത്തതിന് ശേഷം സാധാ നമ്മൾ എൻഡ് നോട്ട് ഇടുന്ന പോലെ എൻഡ് നോട്ട് കൊടുത്താൽ മതി. അതിൽ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, അങ്ങനെ കൊടുത്താൽ മതി. ഇതിനി ലൈൻസിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ഈ സിഗ്സാഗ് ലൈൻസിൽ എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചത്. അതിനായിട്ട് നേരെ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക, കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അതിൻ്റെ മുകളിലാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനത് ചെയ്ത് കാണിക്കാം. എങ്ങനെ നേരത്തെ ചെയ്തില്ലേ, നമ്മൾ സിഗ്സാഗായിട്ട് ചെയ്തില്ലേ, അതുപോലെ തന്നെ ചെയ്താൽ മതി. ആദ്യം ഒരു ലൂപ്പ് എടുക്കുക, താഴെ നിന്ന് മുകളിലേക്ക് ഒരു ലൂപ്പ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ കൊടുക്കുക. അതിൻ്റെ മുകളിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ലൂപ്പ് കൊടുക്കുക. നമ്മൾ 2 ലൈന് വരയ്ക്കാതെയാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് താഴേക്ക് വന്നിട്ട് ഒരു ലൂപ്പ് എടുക്കുക. ചെറിയ ചെയിന് മുകളിലോട്ടും താഴോട്ടുമാണ്. നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നേരെയല്ലേ ചെയിൻ ചെയ്യുന്നത്. ഇത് മുകളിലോട്ടും താഴോട്ടും ആയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ സിഗ്സാഗ് സ്റ്റിച്ചായി. മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ റൗണ്ട് ഷേപ്പിലൊക്കെ എങ്ങനെ പല ഷേപ്പിൽ ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുക്കാം കേട്ടോ. പോയി